ചൂടുവെള്ളത്തിൽ കുളിച്ചിറങ്ങി വന്ന ശേഷം കിടക്കയിൽ ഇരുന്നു കൊണ്ട് നകുലൻ ഇടത് കൈകൊണ്ട് തല തോർത്തുകയാണ്. ആ സമയത്ത് അമ്മു അവൻ്റെ അടുത്തേക്ക് വന്നു. നകുലേട്ടാ, ഞാൻ തോർത്താം, ഇങ്ങി തരൂ. പറയുന്നതിനൊപ്പം അവൾ തോർത്തു മേടിച്ച് അവൻ്റെ മുടിയിലെ വെള്ളമൊക്കെ നന്നായി ഒപ്പി. അത്രമേൽ അടുത്തായി അവളുടെ സാമീപ്യം. നകുലൻ ഒരു നിമിഷം മുഖമുയർത്തി നോക്കി നിന്നു. മുഖത്തെയും കഴുത്തിലെയും വെള്ളത്തുള്ളികൾ അവൾ തുടച്ചു. എന്നിട്ട് വലം കൈകൊണ്ട് അവൻ്റെ മുടി വെറുതെ ഒന്ന് മാടി ഒതുക്കി. അപ്പോഴേക്കും അവൻ്റെ ഉള്ളിൽ ഒരു തരിപ്പായിരുന്നു. തൻ്റെ പെണ്ണിൻ്റെ സാമീപ്യം, അവളുടെ ഒരു തലോടൽ, ആ സ്നേഹം, എത്രയോ കാലമായിട്ടുള്ള തൻ്റെ ആഗ്രഹമായിരുന്നു ഇതൊക്കെ. ബനിയൻ ഇടുന്നുണ്ടോ നകുലേട്ടാ? അമ്മു പെട്ടെന്ന് ചോദിച്ചു. എന്താടി? അവനാണെങ്കിൽ ഈ ലോകത്തൊന്നും അല്ലായിരുന്നു. അല്ല, ബനിയൻ ഇടണോ അതോ? ഓ വേണ്ട, അത് കയറ്റിയിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ ചോറെടുത്ത് വെക്കാം, കഴിച്ചിട്ട് മെഡിസിൻ എടുക്കണ്ടേ? ഇല്ലെങ്കിൽ വേദനയുണ്ടാവും. തിരിഞ്ഞു പോകാൻ തുടങ്ങിയവളുടെ കൈത്തണ്ടയിൽ പെട്ടെന്ന് അവൻ പിടിച്ചു. എന്താ നകുലേട്ടാ? ചോദിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി. ഏയ് ഒന്നുമില്ല, എൻ്റെ പെണ്ണിനെ ഒന്ന് കാണട്ടെന്നേ. ഒരു കണ്ണിറുക്കി അവൻ പറയുമ്പോൾ അമ്മുവിൻ്റെ മിഴികൾ ഒന്ന് കുറുകി. കുറച്ചു മുന്നേ പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞിട്ട് പോടി. എന്ത്? നീ എന്നെ കെട്ടിപ്പിടിച്ച് എന്തൊക്കെയോ പറഞ്ഞില്ലേ, അതൊക്കെ തന്നെ. ഞാനതൊന്നും ഓർക്കുന്നില്ല, കൈവിട്ടേ. നേരെ 9 മണിയായി. നകുലേട്ടന് വിശക്കുന്നില്ലേ? അവൾ കൈ വിടുവിക്കുവാൻ ശ്രമിച്ചപ്പോൾ നകുലൻ വീണ്ടും വലിച്ചടുപ്പിച്ചു. കൈ ഇളകും നകുലേട്ടാ, മാറുന്നുണ്ടോ? അവന് വേദന എടുത്താലോ എന്ന് കരുതി അമ്മു അധികം ബലപ്രയോഗത്തിന് നിന്നില്ല. ഒന്ന് പറഞ്ഞിടി അമ്മുസേ, കേൾക്കട്ടെ. എന്നെ കെട്ടിപ്പിടിച്ച് എന്തായിരുന്നു പറഞ്ഞത്? നകുലേട്ടൻ ഇത്തിരി കൂടുന്നുണ്ട്, മാറിക്കേ, നേരെ ഒരുപാടായി. ശബ്ദമൊക്കെ മാറ്റി ഗൗരവത്തിൽ പറയുന്നവളെ അവൻ സാകൂതം നിരീക്ഷിച്ചു. എന്നിട്ട് കയ്യിലെ പിടുത്തു അയച്ചു. എനിക്ക് എന്തേലും പറ്റിയാ നിനക്കാരുമില്ലെന്നും നീ ഒറ്റയ്ക്കാകുമെന്നും തമ്പുരാൻ അറിയാൻ പെണ്ണേ. അതുകൊണ്ടല്ലേ ഒരു കുഴപ്പവും കൂടാതെ എന്നെ ഇങ്ങോട്ട് എത്തിച്ചത്. ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഞാനിവിടെ. അത് പറയുകയും അവൻ്റെ വാക്കുകൾ മുറിഞ്ഞു. അമ്മു അവൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഒരു ലോറി വരുന്നുണ്ടായിരുന്നു. അയാൾ ചവിട്ടി നിർത്തി. നകുലം പറഞ്ഞു നിർത്തിയപ്പോൾ അമ്മുവിൻ്റെ മിഴികൾ സജലമായി. നമുക്കിവിടുന്ന് പോകാൻ നകുലേട്ടാ, നമ്മുടെ നാട് മതിയായിരുന്നു. അവിടെ എന്താ ഒരു കുറവ്? ജീവിക്കാനുള്ളതെല്ലാം കിട്ടുന്നില്ലേ? പിന്നെ എന്തിനായി ജോലി? അമ്മായി ഒറ്റയ്ക്കല്ലേ? പോകാൻ നകുലേട്ടാ. അവനെ നോക്കി കരഞ്ഞുകൊണ്ട് പറയുകയാണ് അമ്മു. കിട്ടിയ ജോലി കളയാൻ പറ്റൂടി? എത്ര കാലം കാത്തിരുന്നിട്ടാണ് എനിക്ക് ഈ ജോലി കിട്ടിയെന്നറിയോ? ഇതിനൊക്കെ ശമ്പളം നാട്ടിൽ കൃഷി ചെയ്താൽ ഉണ്ടാക്കാൻ പറ്റും നകുലേട്ടാ. ആളെ വെച്ച് പണിയിപ്പിക്കുമല്ലേ. ഏട്ടൻ കഷ്ടപ്പെടുക വേണ്ട. ആ, നീ ചെന്ന് ഭക്ഷണം എടുത്ത് വയ്ക്ക്. ഇതൊക്കെ പിന്നീട് ചിന്തിക്കാം. അവൻ അമ്മുവിൻ്റെ ചുമലിൽ തട്ടി. കറികളൊക്കെ എടുത്ത് അമ്മു ചൂടാക്കി വെച്ചു. ചെറുപയർ തോരനും പുളിശ്ശേരിയും മീൻ വറുത്തതുമായിരുന്ന കറികൾ ടേബിളിൽ വെച്ചിട്ട് അവൾ നകുലനെ വിളിച്ചു. അവൻ ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. ഭക്ഷണത്തിന് മുന്നേ ഗുളികയുണ്ടായിരുന്നു. അതെടുത്ത് അമ്മു അവൻ്റെ നേർക്ക് നീട്ടി. ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് നകുലൻ കട്ട് ചെയ്തു. എന്നിട്ട് ഗുളിക മേടിച്ച് കഴിച്ചു. അമ്മു ഒരു പ്ലേറ്റിലേക്ക് ചോറും കറികളും നിരത്തി. നകുലിൻ്റെ അടുത്തേക്ക് അവൾ വന്നു നിന്നു. ഒരു സ്പൂൺ എടുക്കാൻ മൂടി? അവൻ ചോദിച്ചുകൊണ്ട് അമ്മുവിനെ നോക്കിയപ്പോൾ അവൾ ചെറുപയർ തോരനും മീൻ വറുത്തതും കൂട്ടി ഒരു ഉരുളി ഉരുട്ടി നകുലിൻ്റെ നേർക്ക് നീട്ടി. ഒരു സ്പൂണിങ് എടുക്ക് പെണ്ണേ, ഞാൻ കഴിച്ചോളാം. വായ തുറക്കാൻ മടിച്ചുകൊണ്ട് നകുലൻ പിന്നെയും പറഞ്ഞു. കൊഞ്ചാതെ കഴിക്കും നകുലേട്ടാ. എന്തിനാ ഇനി സ്പൂണൊക്കെ? അവൾ നെറ്റിച്ചൊളിച്ചുകൊണ്ട് നകുലനെ നോക്കി. എന്നിട്ട് അല്പം കൂടി അടുത്തേക്ക് വീണ്ടും വന്നു. എന്നിട്ട് അവൻ്റെ നേർക്കത് നീട്ടി. എന്തിനാ ഇത്രയ്ക്ക് മടി കാട്ടുന്നേ?
വേറാരും അല്ലല്ലോ, ഞാനല്ലേ. അമ്മു കുറേ നിർബന്ധിച്ചപ്പോൾ അവൻ വാ തുറന്നു. എന്താണെന്നറിയില്ല, അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു നൊമ്പരം പോലെ. പാതി കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ കൈയെടുത്ത് വിലക്കി. മതി, ഇത്ര മതി പെണ്ണെ, വയറ് നിറഞ്ഞു. അവൻ എഴുന്നേക്കാൻ തുടങ്ങിയതും അമ്മു സമ്മതിച്ചില്ല. കുറച്ചുകൂടെ കഴിക്കണം, അല്ലാണ്ട് പറ്റില്ല. അവിടെ ഇരിക്കുന്ന അഖിലേട്ടാ. അവൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അമ്മു അത് മുഴുവൻ കഴിച്ച് തീർത്തിട്ടാണ് നകുലിനെ അനങ്ങാൻ പോലും സമ്മതിച്ചത്. വാഷ് ബേസിനിൽ പോയി വാ കഴുകി തിരിഞ്ഞപ്പോൾ കണ്ടു തനിക്ക് തന്ന അതേ പാത്രത്തിൽ ഭക്ഷണം എടുത്തു കഴിക്കുന്ന അമ്മുവിനെ. എന്തിനാ എല്ലാ പ്ലേറ്റും കൂടി എടുക്കുന്നേ? അതുകൊണ്ടാ. അവൻ്റെ നോട്ടം കണ്ടതും അമ്മു പറഞ്ഞു. അപ്പോൾ ഒരു ചിരിയോടെ നകുലൻ ചെന്ന് സെറ്റിയിലിരുന്നു. അമ്മയെ വിളിച്ചായിരുന്നോ നീ? അവൻ്റെ ചോദ്യം കേട്ട് അവൾ ഒന്നും ഞെട്ടി. ഗിരിജമ്മായി വീട്ടിൽ വന്ന കാര്യമൊന്നും നകുലിനോട് അവൾ പറഞ്ഞിരുന്നില്ല. ഈ വെപ്രാളത്തിൻ്റെ ഇടയ്ക്ക് അത് വിട്ടുപോയിരുന്നു. ഫോൺ എടുത്ത് സ്പീക്കർ ഓൺ ചെയ്തുകൊണ്ട് അവൻ സെറ്റിയിലേക്ക് ചാരിക്കിടുന്നു. ബെല്ലടിച്ച് തീർന്നെങ്കിലും ബിന്ദു കോൾ അറ്റൻഡ് ചെയ്തില്ല. അമ്മ കിടന്നോ ആവോ? ഒന്നുകൂടെ നകുലൻ ട്രൈ ചെയ്തു. ഞാൻ വിളിച്ച് സംസാരിച്ചാ നകുലേട്ടാ? എപ്പോ? 5 മണിക്ക് മുന്നേ. അമ്മ എന്നെ വിളിച്ചില്ലല്ലോടി. അങ്ങനെ വിളിക്കാതിരിക്കുന്നതല്ല. ഈ കുഴപ്പമൊന്നുമില്ലെന്നേ, നേരത്തെ കിടന്നു കാണും, അവൾ പെട്ടെന്ന് പറഞ്ഞു. പിന്നീട് നകുലൻ അവരെ വിളിക്കാനേ പോയില്ല. എന്നാ പിന്നെ നാളെ വീട്ടിലേക്ക് പോകാം. നിനക്കും അതല്ലേ ഇഷ്ടം? അമ്മയും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഞാനിനി 1 മാസം റെസ്റ്റാണ്. അത് കേട്ടതും അമ്മ ഒന്നും ഞെട്ടി. ഈശ്വര, അവിടേക്ക് ചെല്ലുമ്പോൾ ഗിരിജമ്മായി. ഏട്ടന് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം പിന്നെ എങ്ങനാ? നോക്കട്ടെ, ആരെങ്കിലും കിട്ടുമോന്ന്. ഇല്ലെങ്കിൽ ബസ്സിന് പോകാം. അവൻ മറുപടിയും കൊടുത്തു. യദുവിനെ കാണാതെ വിഷമിച്ചിരിക്കുകയാണ് മീനാക്ഷി. നേരം 10:30 കഴിഞ്ഞു. അമ്മ വഴക്കുണ്ടാക്കി വീട് വിട്ടു പോയപ്പോൾ ആ പിന്നാലെ യദുവും ഇറങ്ങിയതായിരുന്നു. ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാൻ ആദ്യമായി അവൾക്ക് ഭയം തോന്നി. ഫോണിൽ വിളിച്ചു നോക്കിയപ്പോൾ അന്നും അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. ഓരോ മണിക്കൂറും പിന്നിടുമ്പോൾ അവൾക്ക് നെഞ്ചിടിച്ചു. സതിയപ്പച്ചി അടുത്തു വന്ന് നിൽക്കുന്ന പോലെ ഇടയ്ക്ക് മീനാക്ഷിക്ക് തോന്നി. ഒന്ന് മിഴി ചിമ്മാൻ പോലും മറന്നു നിൽക്കുകയാണവൾ. പെട്ടെന്ന് കറണ്ട് പോയതും മീനാക്ഷി ഉറക്കം നിലവിളിച്ചു. ആ സമയത്ത് യദുവിൻ്റെ ബൈക്ക് വന്നു നിന്നു. ഓടിച്ചെന്ന് ജനാലയിൽ കൂടെ നോക്കി. അത് അവൻ തന്നെയാണെന്ന് ഉറപ്പിച്ചു. എന്നിട്ട് വാതിൽ തുറന്നു. അന്നും കുടിച്ചിട്ടായിരുന്നു അവൻ കയറി വന്നത്. മീനാക്ഷിയെ കണ്ടതും യദു പിടിച്ച് ഒരു തള്ളു വെച്ചു കൊടുത്തു. മാറടി പുല്ലേ, നിന്നെ കാണുന്നത് പോലും എനിക്ക് അറപ്പാ. അവൻ അവളെ നോക്കി പല്ലിറമിക്കൊണ്ട് അകത്തേക്ക് പോയി. വാതിലടിച്ച് കുറ്റിയിട്ട് മീനാക്ഷി അവൻ്റെ പിന്നാലെ മുകളിലെ മുറിയിലേക്ക് ഓടി. വലിയ ശബ്ദത്തിൽ ബാത്റൂമിൽ നിന്നും യദു ഓക്കാനിക്കുന്നത് അവൾ കേട്ടു. അവൻ ഇറങ്ങി വന്നപ്പോൾ മീനാക്ഷി കലി പുരണ്ട് അവനെ നോക്കി. യദുവേട്ടൻ ഇത് എന്തിൻ്റെ സൂക്കേടാ? ഇങ്ങനെ കുടിച്ചു മരിക്കാനാണോ നിങ്ങളുടെ പ്ലാന്? ആർക്കു വേണ്ടിയാ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നേ? ചോദിച്ചുകൊണ്ടവൾ അവൻ്റെ അടുത്തേക്ക് വന്നതും യദു ഒരൊറ്റ അടി വെച്ചു കൊടുത്തു. മിണ്ടരുത്, ഒരക്ഷരം പോലും. ഇവിടുന്ന് എല്ലാവരും ഇറങ്ങിപ്പോയപ്പോൾ നിനക്ക് സമാധാനമായോടി ചൂല്? നീ ഒറ്റയ്ക്കെവിടെ കഴിയടി? എങ്ങനെയെങ്കിലും ഞാനും തൊലയും. അതിന് അധികം താമസമൊന്നുമില്ല. അവളുടെ മുടിക്കുത്തിനെ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ മീനാക്ഷിക്ക് കാതുപോലും അടഞ്ഞിരുന്നു. വലിച്ചിഴിച്ച് അവൻ അവളെ ബെഡിലേക്ക് കിടത്തി. ഒറ്റയ്ക്ക് സുഖിക്കണ്ടടി നിനക്ക്? അതിനല്ലേ എല്ലാവരെയും പറഞ്ഞു വിട്ടത്? അപ്പോൾ ഇനി അങ്ങ് സുഖിച്ചു കളയാമല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് 2-3 മാസമായിട്ടും നിന്നെ ഒന്ന് തൊട്ടുപോലും നോക്കുന്നില്ലെന്ന് നീ ആരോടാ പരാതി പറഞ്ഞത്? ഞാനെന്നാടി വെറും മറ്റവനാണെന്ന് നീ കരുതിയോ? എന്തടി? ഇട്ടിരുന്ന ബനിയൻ വലിച്ചൂരി എറിഞ്ഞ് അവൻ മീനാക്ഷിയുടെ ദേഹത്തേക്ക് കയറിക്കിടന്നപ്പോൾ അവൾക്ക് ശ്വാസമെടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. ഉള്ള ശക്തിയിൽ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചപ്പോൾ അതെല്ലാം യദു ചെറുത്തു തോൽപ്പിച്ചു. നിന്റെ കൂട്ടുകാരി ടീനയുടെ ഭർത്താവ് അലക്സ് എൻ്റെ കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. നിനക്കറിയായിരുന്നോടി?
അല്പം കൂടി അവളിലേക്ക് അമർന്നുകൊണ്ട് യദു ചോദിച്ചതും ഇല്ലെന്ന് മീനാക്ഷി തലകുലുക്കി കാണിച്ചു. ഈ ബെഡ്റൂമിലെ കാര്യങ്ങൾ എന്തിനാടി നീ വല്ലവരോടും പറഞ്ഞത്? അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം ചേർത്തുകൊണ്ട് യദു വീണ്ടും ചോദിച്ചു. മറുപടി ഒന്നും പറയാതെ മീനാക്ഷി ശ്വാസം മുട്ടിക്കിടന്നു. അവളുടെ ടോപ്പ് പിടിച്ച് മേൽപോട്ട് ഉയർത്താൻ യദു തുടങ്ങിയതും മീനാക്ഷി അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടു. എന്നെ ഒന്നും ചെയ്യില്ല. അവൻ്റെ മുന്നിൽ കിടന്ന് മീനാക്ഷി ഉറക്കെ കരഞ്ഞു. അപ്പോഴേക്കും യദു അവളുടെ ടോപ്പ് വലിച്ചൂരി എറിഞ്ഞു. ബെഡ്ഷീറ്റ് എടുത്ത് മാറിലേക്കിടാൻ അവൾ ശ്രമിച്ചപ്പോൾ അവൻ അതും തടഞ്ഞു. ആ, നിന്നെ ഒന്ന് കാണട്ടെ, അതിനല്ലേടി ഞാൻ ഓടി വന്നത്. അവൻ്റെ നോട്ടം നേരിടാനാവാതെ മീനാക്ഷി കരയുകയാണ്. ശോ, എന്തിനാ എൻ്റെ മീനുട്ടി കരയുന്നേ? വേറെ ആരുമല്ലല്ലോ, യദുവേട്ടനല്ലേടാ. അവളുടെ അതരത്തിൽ ഒന്ന് അമർത്തിക്കൊണ്ടവൻ പറഞ്ഞു. ആടകൾ ഒന്നൊന്നായി അഴിഞ്ഞു വീണപ്പോൾ അവളുടെ നിലവിളി ഉച്ചത്തിലായി. തൻ്റെ മുന്നിൽ വിവസ്ത്രയായവളെ യദു സാകൂതം നിരീക്ഷിച്ചു. കൊള്ളാം കേട്ടോ, ഞാൻ ഉദ്ദേശിച്ചതുപോലെയല്ല, അടിപൊളിയായിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ താടി പിടിച്ച് മേൽപോട്ട് ഉയർത്തി. നീ എന്താ വിചാരിച്ചത്? ഇങ്ങനെ നിന്നെ കാണുമ്പോൾ എൻ്റെ കൺട്രോൾ പോകുന്നോ? ഇതിനു വേണ്ടി യാചിച്ച് നിന്റെ പിറകെ കൂടുമെന്നോ? എടി, എങ്കിലേ നിനക്കാള് തെറ്റി. ഞാനേ നീ കരുതും പോലെ ഒരുവനല്ല. നിന്നെ ഒന്ന് തൊടാൻ, ഒന്ന് ചുംബിക്കാൻ എനിക്കും കൂടി ആഗ്രഹം തോന്നണം. അല്ലാതെ കെട്ടിമറിയാനൊന്നും എന്നെ കെട്ടില്ല. എനിക്ക് നിന്നെ ഇഷ്ടമല്ല, വെറുപ്പാണ്. സ്നേഹത്തോടെ കഴിഞ്ഞ എൻ്റെ കുടുംബം തല്ലി തകർത്തത് നീ ഒരുത്തിയാ. എൻ്റെ കൂടപ്പിറപ്പ്, എൻ്റെ അമ്മ, എല്ലാവരെയും ഇറക്കി വിട്ടില്ലേ നീ? അനുഭവിക്കും. വെറുതെ വിടില്ലടി നിന്നെ. ഇഞ്ചിഞ്ചായി നീറി നീറി നീ ഇവിടെ കഴിയും. അതിന് യാതൊരു മാറ്റവുമില്ല പറഞ്ഞുകൊണ്ട് യദു പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കാലത്തെ യദു ഉണർന്നപ്പോൾ മുറിയിലാകെ വെളിച്ചം വീണിരിക്കുന്നു. പെട്ടെന്ന് അവൻ എഴുന്നേറ്റു. ക്ലോക്കിൽ നോക്കിയപ്പോൾ സമയം 8 മണി. അവൻ നേരെ മുകളിലേക്ക് പോയി. അപ്പോഴാണ് തലേദിവസത്തെ സംഭവങ്ങൾ ഒന്നൊന്നായി അവൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നത്. ഒരല്പം പോലും ദയ മീനാക്ഷിയോട് അവന് തോന്നിയില്ല. അതായിരുന്നു സത്യം. കുളിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി വന്നപ്പോൾ അടുക്കളയിൽ തട്ടും മുട്ടും കേൾക്കുന്നുണ്ട്. നേരെ അവിടേക്ക് ചെന്ന് കാപ്പിക്ക് കുറച്ച് വെള്ളമെടുത്ത് അടുപ്പത്ത് വെച്ചു. അപ്പോഴേക്കും മീനാക്ഷി ഫ്ലാസ്കിൽ നിന്നും ചായ ഊറ്റി. പക്ഷേ യദു അതെടുത്തില്ല. അവൻ സ്വയം ഉണ്ടാക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. 8:30 മീനാക്ഷി അപ്പവും മുട്ടക്കറിയും എടുത്ത് ഊണുമേശയിൽ കൊണ്ടുപോയി നിർത്തി. കഴിക്കാനെടുത്തു വെച്ചു. ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുന്നവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൾ സാവധാനം പറഞ്ഞു. യദു പക്ഷേ അവളെ ഗൗനിച്ചില്ല. യദുവേട്ടാ, ഒന്നുകൂടി അവൾ വിളിച്ചു. എങ്കിലും അവൻ കേൾക്കാത്ത മട്ടിലിരുന്നു. പിന്നീട് മീനാക്ഷി അകത്തേക്ക് കയറിപ്പോയി. 9 മണിയായപ്പോൾ യദുവിന് ചോറും കറികളും ഒക്കെ പൊതിഞ്ഞു വെച്ചു. എന്നിട്ട് റെഡിയാകാനായി അവൾ റൂമിലേക്ക് പോയി. എന്നും ഒരുമിച്ചായിരുന്നു ജോലിക്ക് പോകുന്നത്. പക്ഷെ അന്ന് അവൾ ഇറങ്ങി വന്നപ്പോൾ കണ്ടു ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പോകുന്ന യദുവിനെ. കരഞ്ഞുകൊണ്ട് മീനാക്ഷി നോക്കിയപ്പോൾ തണുത്തുറഞ്ഞിരിക്കുന്ന അപ്പവും മുട്ടക്കറിയും ഊണുമേശയിലുണ്ട്. ചോറും പൊതിയും അവൻ എടുത്തില്ലെന്ന് അവൾ അറിഞ്ഞു. ഏറിയ വേദനയോടെ അവൾ എല്ലാം എടുത്തുകൊണ്ട് പോയി അടുക്കളയിലേക്ക് വെച്ചു. നകുലേട്ടാ, എഴുന്നേക്കുന്നില്ലേ? എന്തൊരു കിടപ്പാ ഇത്. മണി 9 കഴിഞ്ഞു കേട്ടോ. അമ്മു വന്നിട്ട് കൊട്ടി വിളിച്ചപ്പോൾ മടിയോടെ നകുലൻ കണ്ണു തുറന്നു. ഗുളികയൊക്കെ കഴിച്ച് കിടന്നതുകൊണ്ട് അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. നേരം പോയല്ലേ? ആകെ ക്ഷീണമായിരുന്നു പെണ്ണേ, അതല്ലേ? ഉറക്കച്ചിടവോടെ നകുലൻ അമ്മൂനെ നോക്കി ചിരിച്ചു. മെഡിസിനൊക്കെ കഴിക്കണ്ടേ? എഴുന്നേറ്റ് വന്നേ. അവൾ മെല്ലെ അവൻ്റെ ഇരു തോളിലും പിടിച്ചുയർത്താൻ ശ്രമിച്ചു. ഡീ, ഞാൻ എണീറ്റോളാം പെണ്ണേ, അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല. അവൻ ഇടത്ത് കൈ കുത്തി എഴുന്നേറ്റു. വേദനയുണ്ടോ നകുലേട്ടാ? അവൻ്റെ നെറ്റി ചുളിയുന്ന കണ്ടപ്പോൾ അമ്മുന് സങ്കടമായി. ഏയ് ഇല്ലടി, പെട്ടെന്ന് ഏറ്റതുകൊണ്ടാ. അവളുടെ നെറ്റിയിൽ
തൻ്റെ നെറ്റികൊണ്ട് ഒന്ന് മുട്ടിച്ച് നകുലൻ ചിരിച്ചു. തുടരും.